ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായാണ് ഇന്നലെ ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയത്. ഖത്തറിലും അറബ് രാഷ്ട്രങ്ങൾക്കിടയിലും ആക്രമണത്തിനെതിരെ ശക്തമായ വികാരം അലയടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്തോനേഷ്യ അടക്കമുള്ള രാഷ്ട്രങ്ങളും ഇസ്രായേലിന്റെ ആക്രമണത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണം പശ്ചിമേഷ്യയിൽ പുതിയ അശാന്തിയുടെ കാർമേഘങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്ക അതിരൂക്ഷമാണ്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള കടന്നുകയറ്റം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന് ഖത്തർ ആക്രമണത്തിന് പിന്നാലെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഖത്തർ തിടുക്കപ്പെട്ട ഒരു തിരിച്ചടിക്ക് മുതിരുമോ എന്ന് ആശങ്കയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നിലവിലെ പശ്ചാത്തലത്തിൽ ഖത്തർ തിടുക്കപ്പെട്ട് ഒരു തിരിച്ചടിക്ക് മുതിരില്ല എന്നാണ് ചില അന്താരാഷ്ട്ര വിദഗ്ധരുടെ നിരീക്ഷണം. ഖത്തർ തിരിച്ചടിക്ക് മുതിരാൻ സാധ്യതകൾ തുലോം കുറവാണ് എന്ന് കരുതാൻ കാരണങ്ങൾ പലതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഖത്തർ ഒരു തികഞ്ഞ സൈനിക ശക്തിയല്ല എന്നത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളുടെ സഹായം തേടേണ്ടി വരും, പ്രത്യേകിച്ച് മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ. പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങളും നിലവിൽ ഒരു സൈനിക നീക്കത്തിന് സജ്ജരല്ല. ഇനി സജ്ജരായാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സൈനിക ശേഷി ഉള്ളത് ഇറാൻ മാത്രമാണ്. പക്ഷേ ഇറാൻ ഖത്തർ ബന്ധം നിലവിൽ വഷളായിരിക്കുന്നതിനാൽ ഇറാൻ അതിന് തയ്യാറാകുമോ എന്ന കാര്യവും ഉറപ്പില്ല. അങ്ങനെ ഏകപക്ഷീയമായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ അത് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ പുതിയ അശാന്തിക്ക് തുടക്കമിടും. ഈ സാഹചര്യത്തിൽ പുതിയ പോർമുഖങ്ങൾ തുറക്കാൻ ഈ രാഷ്ട്രങ്ങൾ തയ്യാറാകാൻ സാധ്യതയില്ല എന്നാണ് വിദേശകാര്യ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഖത്തർ അടക്കം ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് സൈനിക സഹായം നൽകേണ്ടത് അമേരിക്കയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. അങ്ങനെ വരുമ്പോൾ തിരിച്ചടി നൽകണമെന്ന് ഖത്തർ ആഗ്രഹിച്ചാൽ പോലും അമേരിക്ക പിന്തുണയ്ക്കാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് അമേരിക്കയുടെ കൂടി അറിവോടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്രതീക്ഷിത ആക്രമണം ഖത്തറിൽ നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് ഇസ്രായേൽ അമേരിക്കയെ ഇക്കാര്യം അറിയിച്ചിരുന്നു. ട്രംപിന്റെ അനുമതി വാങ്ങുകയും ചെയ്തു. പക്ഷേ അപ്പോഴും എവിടെയാണ് ആക്രമണം നടത്തുക എന്ന വിവരം കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ അറിയിച്ചിരുന്നില്ല. ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നെതന്യാഹു ഏറ്റെടുക്കുകയും ചെയ്തു. അതേസമയം ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന വിവരം തനിക്ക് ലഭിച്ചപ്പോൾ തന്നെ താൻ അക്കാര്യം ഖത്തറിനെ അറിയിച്ചിരുന്നുവെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ആക്രമണം തടയാൻ സാധിക്കാത്തത്ര വൈകിപ്പോയിരുന്നുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുണ്ട്. ആക്രമണം നടന്ന് 10 മിനിറ്റിന് ശേഷം മാത്രമാണ് അമേരിക്കൻ പ്രതിനിധി വിവരം അറിയിച്ചത് എന്ന് ഖത്തറും പ്രതികരിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഖത്തറിൽ ഒരു ആക്രമണം നടന്നാൽ അതിന്റെ വരും വരായികകൾ എന്തെല്ലാമായിരിക്കുമെന്ന് ഇസ്രായേൽ കൃത്യമായി വിശകലനം ചെയ്തിരുന്നുവെന്ന് വേണം കരുതാൻ. ആക്രമണം ഗൾഫ് രാജ്യങ്ങളുമായി നേരിട്ടൊരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇസ്രായേൽ നടത്തിയിരുന്നു. ഹമാസ് നേതാക്കളെ മാത്രമാണ് ലക്ഷ്യമിട്ടത് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസ് നേതാക്കൾ താമസിക്കുന്ന സ്ഥലം കൃത്യമായി മാർക്ക് ചെയ്ത ശേഷം അവിടെ മാത്രം സ്ഫോടനം നടത്തുന്ന രീതിയാണ് ഇസ്രായേൽ തിരഞ്ഞെടുത്തത്. 15ഓളം ഇസ്രായേലി ജെറ്റുകളാണ് ആക്രമണത്തിൽ പങ്കെടുത്തതും. സ്ഫോടനത്തിന്റെ പേരിൽ ട്രംപ് ഇസ്രായേലിനെ വിമർശിച്ചുവെങ്കിലും ഹമാസിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് ഗുണകരമാകുമെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ്താവനയിൽ പറഞ്ഞത്. ഹമാസ് നേതാക്കളായിരുന്നു ഉന്നമെന്ന് പറയുകയും ബഹുനില കെട്ടിടത്തിൽ ഹമാസ് നേതാക്കൾ ഉണ്ടായിരുന്ന ഒരു ഭാഗം മാത്രം തകരുകയും ചെയ്തു. അപകടത്തിൽ ഹമാസ് നേതാക്കളും ഖത്തർ സുരക്ഷാ ജീവനക്കാരനും അടക്കം 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഹമാസിന്റെ മധ്യസ്ഥതയ്ക്ക് നേതൃത്വം വഹിക്കുന്ന അൽ ഹയ്യയുടെ പുത്രൻ ഹുമാം അൽ ഹയ്യ അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത്. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കാനുള്ള ശ്രമമെന്നാണ് ഹമാസ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. നെതന്യാഹുവും സംഘവും ഒരു തരത്തിലുമുള്ള സമാധാന ശ്രമങ്ങൾക്കും തയ്യാറല്ല എന്ന സൂചനയാണ് ആക്രമണത്തിലൂടെ നൽകിയതെന്നും ഹമാസ് കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രശ്നം ഹമാസുമായാണെന്നും ജെറുസലേമിൽ ഹമാസ് നടത്തിയ ആക്രമണമാണ് തിരിച്ചടിക്ക് കാരണമെന്നും ഇസ്രായേൽ പറയുന്നു. ഖത്തറുമായി തങ്ങൾക്ക് പ്രശ്നങ്ങളില്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾക്കപ്പുറം സംഘർഷം വളരാൻ സാധ്യതയില്ല എന്നാണ് കണക്കുകൂട്ടൽ. ഗൾഫ് രാജ്യങ്ങളിലെ വ്യാപാര വാണിജ്യ മേഖലയെയോ തൊഴിൽ മേഖലയെയോ ഇത് സാരമായി ബാധിക്കാനുള്ള സാധ്യതയും ഇപ്പോഴില്ല. വ്യോമഗതാഗതത്തെയും ആക്രമണം ബാധിച്ചിട്ടില്ല. ഖത്തറിൽ ജനജീവിതം സാധാരണ നിലയിലുമാണ്. അതേസമയം വിഷയത്തിൽ നയതന്ത്രപരമായ പരിഹാരങ്ങൾക്കാണ് ശ്രമിക്കുന്നത് എന്ന് ഖത്തർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സമാധാന ശ്രമങ്ങൾ താറുമാറാക്കുന്നതാണ് ആക്രമണമെന്നും ഖത്തർ വ്യക്തമാക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ ഇത് ന്യായമാണോ എന്ന ചോദ്യമാണ് ഖത്തർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇനി ഖത്തർ തിരിച്ചടിക്കില്ല എന്ന് അത്ര ഉറപ്പു പറയാനൊന്നും പറ്റില്ല. പക്ഷേ എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്നാണ് അന്താരാഷ്ട്ര ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.